സോ ഈ ഫോൾ സീസൺ ഓവർ 60 പുതിയ ആനിമ ഇറങ്ങി. ആൻഡ് ഈ 60 ആനിമ ഞാൻ 18 എണ്ണം കണ്ടു ബിക്കോസ് സോ മെനി ഓഫ് ദം വെരി ഗുഡ്. സോ ഈ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ കണ്ട എല്ലാ ആനിമയും റിവ്യൂ ചെയ്യാൻ പോവാം. ഞാൻ ഇതിനെ റാങ്ക് ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. വൺ ഇസ് മസ്റ്റ് വാച്ച്. മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി ആനിമ, എനിക്ക് അതിൽ ഭയങ്കര ഒരു മോശം തോന്നിയില്ല, എല്ലാവർക്കും ഇഷ്ടമാകാൻ പറ്റുന്ന ടൈപ്പ് ഒരു ആനിമയാണ്. സെക്കൻഡ് ഗുഡ് എന്ന് പറയുകയാണെങ്കിൽ മസ്റ്റ് വാച്ചിന് അത്ര നല്ലതല്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു ആനിമ. മൂന്നാമത്തെന്ന് പറയുകയാണെങ്കിൽ പാസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല, ഞാനത് കാണാനും പോകുന്നില്ല. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. സോ നിങ്ങൾക്ക് പ്ലോട്ടൊക്കെ കേട്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഫസ്റ്റ് നമുക്ക് ജുജുത്സു കൈസൻ. എനിക്കറിയാം ജുജുത്സു കൈസൻ ആക്ച്വലി ഈ സീസണത്തെ എല്ലാം സ്പ്രിംഗ് സീസണത്തെ ആനിമയാണെന്ന്, ബട്ട് അത് ഈ സീസണും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ഷിബുയ ആർക്ക് സോ ഗുഡ്. എനിക്ക് അതിനെ പറ്റി സംസാരിക്കണം. നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്ലീസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നുണ്ട് ഷോണൻ ആനിമയിൽ ഷിബുയ ആർക്സ് ഡെഫിനറ്റ്ലി ടോപ്പ് 5 വരും, ബിക്കോസ് അത്ര ഒരു അടിപൊളി ആർക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ആക്ച്വൽ ന്യൂ ആനിമേഷനിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സംസാരിക്കാൻ പോകുന്നത് ഫ്രീ റൺ. ആൻഡ് ഫ്രീ റൺ ഈസ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച്. എനിക്ക് എന്തായാലും ഇത് ഈ സീസണിലെ ബെസ്റ്റ് ആനിമയാണെന്ന് തോന്നുന്നുണ്ട്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് എന്തായാലും. ബട്ട് ഈ സീസണിൽ കുറേ ആനിമയുണ്ട്, സോ ഫേവറേറ്റ് ചൂസ് ചെയ്യാൻ തന്നെ പാടാം. ബട്ട് ഇത് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആനിമേഷൻ തന്നെ എത്ര അടിപൊളിയാണ്. ബട്ട് നിങ്ങൾക്ക് ആനിമേഷൻ മാത്രമല്ല ഇതിൽ കിട്ടുന്നത്, ഗ്രേറ്റ് മ്യൂസിക്, ഗ്രേറ്റ് സ്റ്റോറി ടെല്ലിങ്. അതായത് മെയിൻ സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ എൽഫാണ്. എൻ്റെ ഈ എൽഫ് എന്ന് പറഞ്ഞാൽ കുറേ കാലം ജീവിക്കും. സോ അവളൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഹു ഡിഫീറ്റഡ് ദ ഡീമൺ കിങ്. ആൻഡ് അവളിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ അവളുടെ കോംറേഡ്സ് ലൈക്ക് അവളുടെ പാർട്ടി മെമ്പേഴ്സൊക്കെ മെല്ലെ വയസ്സൊക്കെ ആയി തുടങ്ങുക, മരിക്കുകയാണ്. ആൻഡ് അവളിത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവളൊരു വേറെ അഡ്വെഞ്ചറിന് പോവുക. അങ്ങനത്തെ ഒരു അടിപൊളി സ്റ്റോറിയാണ്. എല്ലാ എപ്പിസോഡും ലൈക്ക് അമേസിങ്. എനിക്ക് സത്യം പറയാം, ഞാൻ കൂടുതലും ഈ ആനിമെ തീർന്നിട്ട് മാങ്ക വായിക്കുന്നുണ്ടാവും. ബട്ട് നല്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് 12 എപ്പിസോഡ്സ് അല്ല, ഇത് 24 എപ്പിസോഡ്സ് ഉണ്ട്. സോ നമുക്ക് ഇനിയും കുറേ ഫ്രീഡം കാണാനുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്ത വി ഹാവ് ഹെൻതായ് ദ ആനിമെ. almost hentai the anime, because this anime is almost hentai. എൻ്റെ പേരാണ് The 100 Girlfriends Who Really Love You. But ഞാൻ പറയാം, even though this anime is almost hentai, I just really like it, and it's not because of the hentai part. സത്യമാണെങ്കിൽ ഈ ആനിമ ഇസ് വെരി ഫണ്ണി. ഇത് എന്ന് പറയുന്നത് ഹാരം ആനിമയാണ്, ബട്ട് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ഫ്രം എനി ഹാരം ആനിമ ഐ സീൻ. നല്ല അടിപൊളി ക്യാരക്ടേഴ്സാണ്, കുറേ കോമഡി ഉണ്ട്, ഫോർത്ത് വാൾസ് ബ്രേക്ക് ചെയ്യും. ആൻഡ് എന്താ ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും തമ്മിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ട്, എന്താ പറയുക, നല്ല കെമിസ്ട്രി ഉണ്ട്. സോ മെയിൻലി ഇത് സ്റ്റോറിൻ്റെ പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ 100% റിജക്റ്റഡ് ആവും. ലൈക്ക് എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടും ലൈക്ക് ഗേൾ ഫ്രണ്ട്സ് ആക്കാൻ നോക്കിയിട്ടും അവന് നടക്കുന്നില്ല. സോ ഇവൻച്വലി അവനൊരു ഷ്രൈനിൽ പോയിട്ട് പ്രാർത്ഥിക്കും ദൈവം. അപ്പോൾ ദൈവം പറയുന്നത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, ആൻഡ് ഞാൻ വേറൊരു മിസ്റ്റേക്കും ചെയ്തു, ഞാൻ നിനക്ക് 100 സോൾമേറ്റ്സ് തന്നു, ആൻഡ് സോൾമേറ്റ്സ് തമ്മിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർ മരിക്കുന്നു. സോ അവന് ഇവൻച്വലി ഈ 100 അവൻ്റെ സോൾമേറ്റ്സിനും ഗേൾ ഫ്രണ്ട്സും അവരോട് റിലേഷൻഷിപ്പ് ആവണമെന്നുണ്ടാവും. ആൻഡ് ഇറ്റ്സ് വെരി ഫണി. പ്ലീസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. മസ്റ്റ് വാച്ച് അൺലെസ് യു ആർ അണ്ടർ ദി ഏജ് ഓഫ് 17. അടുത്ത നമുക്ക് മസ്റ്റ് വാച്ച് എന്നൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഒരു ഗുഡ് ആനിമയിലോട്ട് പോകാം. ഓക്കെ, ആൻഡ് ഞാൻ അതിൻ്റെ ഫുൾ പേര് പറയാൻ പോകുന്നില്ല, ബിക്കോസ് എനിക്ക് വയ്യ അത് ഓർത്ത് വെക്കാൻ. സോ ഞാൻ ഇതിനെ വെച്ചിട്ട് ഡോക്ടർ എസ് റാങ്ക് എന്ന് വിളിക്കാൻ പോവാം. ബട്ട് ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ആക്ച്വൽ നെയിം ഇട്ടുണ്ടാവും. സോ ഡോക്ടർ എസ് റാങ്ക് ഇറ്റ്സ് എ ഗുഡ് ആനിമെ, ഒരു നല്ലൊരു ആനിമയാണ്. ഇത്രയെങ്കിലും വേണ്ടി പറയാനുള്ളത്. ഇറ്റ്സ് വെരി ഹോൾസം. ബട്ട് ഈ ആനിമ ഇറങ്ങിയപ്പം ഭയങ്കര ലോ റേറ്റിംഗ് ആയിരുന്നു ആനിമ. പക്ഷേ ആൾക്കാരൊക്കെ ഇത് കമൻസിൽ ഭയങ്കര മോശമാക്കിയിരുന്നു. ബട്ട് എനിക്ക് എന്താ അത്ര മോശം എന്ന് മനസ്സിലാക്കില്ല. ഇറ്റ്സ് എ വെരി ഹോൾസം ആനിമ. ഒരു അച്ഛനും മോളിനെയും പറ്റിയിട്ടുള്ള ഈ മോൾ ഇവൻച്വലി ഭയങ്കര സ്ട്രോങ്, ലൈക്ക് അച്ഛനും മോളെ ട്രെയിൻ ചെയ്തിട്ട് മോളൊരു ലൈക്ക് ഭയങ്കര ഒരു സ്ട്രോങ് അഡ്വെഞ്ചറായിട്ട് ട്രാവൽ ചെയ്യാൻ പോകും. അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ലൈക്ക് വെരി ഹോൾസം ആനിമേ. ആൻഡ് ഇത് എന്തോ ഒരു പ്ലോട്ടിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. ഐ എം ജസ്റ്റ് റിയലി ലൈക്ക് ദിസ് ഹോൾസം റിലേഷൻഷിപ്പ്. എനിക്ക് ഹോൾസം ആനിമേ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇഫ് യു ലൈക്ക് ഇറ്റ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇറ്റ്സ് എ ഗുഡ് ആനിമേ. നെക്സ്റ്റ് അഗൈൻ നമ്മളൊരു മസ്റ്റ് വാച്ച് ആനിമയിലോട്ട് പോവുക, ബിക്കോസ് ഈ സീസൺ കുറേ മസ്റ്റ് വാച്ച് ആനിമ ഉണ്ട്. അടുത്താണ് ഓവർടേക്ക്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ പോവാം, വിച്ച് വിൽ മേക്ക് 100 ഓഫ് യു അൺസബ്സ്ക്രൈബ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. സോ ഈവൻ ദോ ഐ എം എൻ ആനിമെ ഫാൻ, ഞാൻ ഇതുവരെ ഇനീഷ്യൽ ഡി ഓർ വേറെ ഒരു ആനിമെ റേസിംഗ് ഇത് കണ്ടിട്ടില്ല. ഐ എം സോറി. ബട്ട് ഇതായിരുന്നു അപ്പം എൻ്റെ ഫസ്റ്റ് റേസിംഗ് ആനിമെ. ആൻഡ് ഇത് ജസ്റ്റ് ഒരു റേസിംഗ് ആനിമ അല്ല, ഇറ്റ്സ് എ വെരി ഹ്യൂമൺ ആനിമെ. സോ എന്താ ഉദ്ദേശിക്കുന്നത് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൻ 2 ക്യാരക്ടേഴ്സ് ഉള്ള പോലെ, പക്ഷേ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. സോ
അവൻ ഭയങ്കര ഫേമസ് ലൈക്ക് ഫോട്ടോഗ്രാഫർ പോലെയായിരുന്നു. ബട്ട് ഒരു പ്രാവശ്യം അവൻ്റെ ഡിസാസ്റ്ററിൻ്റെ സമയത്ത് ഒരാൾക്കാരെ ഫോട്ടോ എടുത്തിട്ട് ലൈക്ക് ഭയങ്കര പ്രശ്നമായി. നിങ്ങൾ കെവിൻ കാർട്ടറിൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത് കഴിഞ്ഞിട്ട് ഇവൻ ആൾക്കാരുടെ ഫോട്ടോ എടുക്കാൻ അവനൊരു പേടിയാവും. ബട്ട് ഇവൻച്വലി അവനൊരു റേസിങ്ങിൻ്റെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പം അവനൊരു യങ് റേസറിനെ കണ്ടിട്ട് അവൻ മോട്ടിവേറ്റ് ആവും. ആൻഡ് അത് അങ്ങനത്തെ ഒരു അതിലൊരു പോകുന്നൊരു ജേണിയാണ് നമ്മൾ ഈ റേസിങ് ആനിമയിലോട്ട്. സോ ഞാൻ ഫസ്റ്റ് ഒരു റേസിംഗ് ആനിമ കണ്ടുള്ളൂ. എനിക്ക് എല്ലാ റേസിംഗ് ആനിമ എങ്ങനെയാണോ അറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എനിക്ക് മോർ ഹ്യൂമൻ ആണ് റേസിങ്ങിനായിട്ടായി തോന്നുന്നത്. സോ ഇതിനും ഞാനൊരു മസ്റ്റ് വാച്ച് കൊടുക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്തതാണ് ടീച്ചിങ് എ ഗേൾ നോട്ടി സ്റ്റഫ് ദി ആനിമെ. പോടോ. ഓക്കെ, ആനിമ എന്തായാലും അങ്ങനെ ആയിരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. What the fuck? ഓക്കെ, ജോക്സ് അസൈഡ്, ഈ ആനിമ ഭയങ്കര ഒരു ക്യൂട്ട് ഹോൾസം ആനിമയാണ്. എനിക്ക് ഹോൾസം എനിക്ക് ഭയങ്കര സോഫ്റ്റ് സ്പോട്ട് ഉണ്ട്. ബട്ട് ഇതിലാരാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു ഭയങ്കര ഒരു പാവം ഗേളിനെ ലൈക്ക് നോട്ടി സ്റ്റഫ് പഠിപ്പിക്കുക. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ നോട്ടി സ്റ്റഫ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പം നല്ലൊരു ഹോൾസം ആനിമയാണ്. ആൻഡ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ഭയങ്കര ക്യൂട്ട് കെമിസ്ട്രി പോലെ ഉണ്ട്. എനിക്കിതൊരു ഇഷ്ടമായ ആനിമയാണ്. മസ്റ്റ് വാച്ച് അല്ല, ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗുഡ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്തതാണ് ബെർസെർക്ക് ഓഫ് ഗ്ലഡ്നി. ആൻഡ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാസ് ആനിമെ. അപ്പോൾ ഈ ആനിമ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഇസക്കായിൻ്റെ സാധനങ്ങൾ നിങ്ങളൊരു AI കൊടുത്തിട്ട്, എല്ലാ ഇസക്കായി ടൈറ്റിൽസും നിങ്ങളൊരു AI കൊടുത്ത് എന്നിട്ട് ആ AI ഒരു ആനിമ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ഇറ്റ് കംസ്. ഇതിലൊരു ടോക്കിംഗ് സോഡ് ഉണ്ട്. അത് ആദ്യം ഒരു ഇസക്കായി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ അവനൊരു ഭയങ്കര വീക്കായിട്ടുള്ളൊരു എബിലിറ്റി ചെയ്യുന്നു തോന്നുന്നു, ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര സ്ട്രോങ്. പിന്നെ അത് കാണാനും ചെറുതായിട്ട് എമിനൻസും ഷാഡോ പോലെ ഉണ്ട്. ഓണസ്റ്റ്ലി പ്രിറ്റി ബോറിങ്. ഞാൻ ഫസ്റ്റ് 3-4 എപ്പിസോഡ് കണ്ടു. അത് ലൈക്ക് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ നിങ്ങൾക്ക് ഭയങ്കര ഇസക്കായി ഇഷ്ടമാണെങ്കിൽ, എനിക്കും ഭയങ്കര ഇസക്കായി ഇഷ്ടമാണ്. പക്ഷെ ഇത് ഭയങ്കര ഒരു അൺഒറിജിനൽ ആയി പോയി തോന്നി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ബട്ട് ഞാൻ എന്തായാലും ഇത് കാണാൻ പോകുന്നില്ല. അടുത്തതാണ് ദ അപ്പോക്കതെറപ്പി ഡയറീസ്. ഓ മൈ ഗോഡ്, ഇത് ഏത് വേർഡ്? ഞാൻ ആദ്യമായിട്ടാണ് ഈ വേർഡ് കാണുന്നത്. സോ നിങ്ങളെൻ്റെ ചാനൽ കുറേ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഐ ലവ് വെൻ എ ക്യാരക്ടർ ലൈക്ക് തിരിച്ചു പോവോ, ലൈക്ക് ഫ്യൂച്ചറിന് തിരിച്ചു പോയിട്ട് അവരുടെ എന്താ പറയുക ഫ്യൂച്ചറിൻ്റെ നോളേജ് വെച്ചിട്ട് പാസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും. സോ ദിസ് ഇസ് ലൈക്ക് ദാറ്റ്. ബട്ട് ക്യാരക്ടർ എന്താ പറയുക പാസ്റ്റിലോട്ടൊന്നും പോകുന്നില്ല. ഷീ ഈസ് ജസ്റ്റ് വെരി സ്മാർട്ട് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്. സോ എനിക്ക് സ്മാർട്ട് ക്യാരക്ടേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ റിയലി ലവ് ദിസ് ആനിമെ. ഇത് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ആണ്. മെയിൻ പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു ലൈക്ക് മെഡിസിൻസ് ആൻഡ് പോയ്സൺസിലൊക്കെ ഭയങ്കര ഒരു നോളജുള്ള പേഴ്സൺ ആയിരിക്കും. ആൻഡ് അവളെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവളെ പാലസിൽ വർക്ക് ചെയ്യിപ്പിക്കും. ആൻഡ് അവൾ പാലസിൽ അവളുടെ ഈ എക്സ്പെർട്ടീസ് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് അതിനകത്ത് പറയാം, ഇതും ഞാൻ കൂടുതലും ആനിമെ തീരുമ്പോൾ മാങ്ക ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് അഗൈൻ സോ ഗുഡ്, മസ്റ്റ് വാച്ച്. നല്ല ആനിമേഷൻ, ബ്യൂട്ടിഫുൾ, പിന്നെ നല്ല ഓപ്പണിംഗ് ഒക്കെയാണ്. സോ ഓപ്പണിംഗ് ആണ്, എൻഡിങ് ആണെങ്കിൽ ഓർമ്മയില്ല, ബട്ട് അത് നല്ലതാണ്. സോ യാ, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്തതാണ് അൺഡെഡ് അൺലക്ക് ആൻഡ് മസ്റ്റ് വാച്ച്. ബിക്കോസ് ഇതൊരു ഭയങ്കര ഒരു ഫ്രഷ് പ്ലോട്ടാണ്, നമ്മൾ വേറെ അങ്ങനെയൊന്നും കാണാത്ത. പിന്നെ ഇതിൽ നല്ല ആനിമേഷൻ, വേറെ പിന്നെ ഇതിൽ കുറേ പവേഴ്സൊക്കെ ഉണ്ട്. ആൻഡ് ഭയങ്കര യുണീക്കുമാണ്. ആൻഡ് ആ പവേഴ്സ് ഉപയോഗിക്കുന്ന വഴിയും ഭയങ്കര യുണീക്ക്. ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ മെയിൻ പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരാൾക്ക് മരിക്കാനേ പറ്റില്ല, അതിൻ്റെ അടുത്ത ആൾ ഭയങ്കര അൺലക്ക് കൊണ്ടുവരും. സോ നമ്മുടെ മരിക്കാൻ പറ്റാത്ത മെയിൻ ക്യാരക്ടർ ഈ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ട് മരിക്കാൻ നോക്കുക. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് അത്ര ഒരു ബേസിക് പ്ലോട്ടല്ല, നമ്മൾ ഇത്തിരി കൂടെ വേൾഡ് ബിൽഡിംഗ് ഒക്കെ കിട്ടും. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ഐ എം വെരി ലൈക്ക്, ഞാൻ ആദ്യം വിചാരിച്ചില്ല എനിക്ക് ഇത് ഇത്ര ഇഷ്ടമാവും, ബട്ട് ഞാൻ സത്യം പറയാം, amazing anime, go check it out, must watch. അടുത്താണ് റാഗ്ന ക്രിംസൺ. ആൻഡ് ഓണസ്റ്റ്ലി ഇത് ഞാൻ മസ്റ്റ് വാച്ചിൽ ഇടുന്നു. ബട്ട് ഇതിൻ്റെ തുടക്കം ഒരിത്തിരി ഭാഗം ഇച്ചിരി സ്ലോ ആയി പോകും. ബട്ട് അത് കഴിഞ്ഞിട്ട് നല്ലൊരു സ്പീഡപ്പാണ്. ആനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് എന്നാലും മസ്റ്റ് വാച്ച് ഇടാൻ പറ്റില്ല, ആ ഫസ്റ്റ് സ്ലോ ഭാഗം കാരണം. ബേസിക്കലി പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ കുറേ ഡ്രാഗൺസ് ഉണ്ട്, ആൻഡ് ഡ്രാഗൺ ഹണ്ടേഴ്സൊക്കെ പോലെ തന്നെയാണ്. അപ്പം നമ്മുടെ മെയിൻ ക്യാരക്ടർ ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഹ്യൂമൻ ആയിട്ടുണ്ടാവും. ആൻഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടാവും. ബട്ട് അവൻ്റെ അപ്പത്തിരി ഇൻഫോർമേഷനും സ്ട്രെങ്ത്തും അവൻ്റെ ലൈക്ക് പാസ്റ്റ് സെൽഫിലോട്ട് തിരിച്ചയക്കുക. നമ്മൾ പാസ്റ്റ് സെൽഫിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഓണസ്റ്റ്ലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല അടിപൊളി ഫൈറ്റ് സീൻസ് ആണ്. ഐ ജസ്റ്റ് റിയലി ലൈക്ക് ദിസ് ആനിമെ. ജസ്റ്റ് ആ തുടക്കത്തിലും കൂടെ
നന്നായെങ്കിൽ ഞാൻ മസ്റ്റ് വാച്ച് എടുക്കുന്നത്. ഇപ്പോഴത്തേക്ക് അതിൻ്റെ ഗുഡ് കൊടുക്കുന്നേ ഉള്ളൂ. ബട്ട് അഗൈൻ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ദിസ് വൺ ഔട്ട്. നിങ്ങൾക്ക് ആക്ഷനും അങ്ങനത്തെ ആനിമേഷനാണ്, ഇത്തിരി ഓവർ പവർഡ് പ്രൊട്ടാഗണിസ്റ്റിനും ഇഷ്ടമാണെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് അടുത്താണ് ദ എക്സ്പീരിയൻസ്ഡ് മീ ആൻഡ് ദ ഇൻഎക്സ്പീരിയൻസ്ഡ് യു എന്നെന്തോ പറഞ്ഞിട്ടുള്ള ഒരു റോം കോം ആനിമേ. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ഹോൾസം. ഓർ മേ ബി നോട്ട്. ബട്ട് ഞാൻ സത്യം പറയാം, അത്യാവശ്യം ഒരു ഹോൾസം ആനിമയാണ്. ആ ഫസ്റ്റ് സീൻ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ. ബട്ട് ഐ ജസ്റ്റ് റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഈ റോം കോം ആനിമേ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഒന്നും പറയാനില്ല. ഇറ്റ്സ് നോട്ട് മസ്റ്റ് വാച്ച് ബട്ട് ഇറ്റ്സ് ഗുഡ് ബിക്കോസ് എനിക്ക് റോം കോം ഇഷ്ടം. നെക്സ്റ്റ് ആനിമേ അടുത്തതാണ് ഷാങ്ഗ്രി-ലാ ഫ്രണ്ടിയർ, അനദർ മസ്റ്റ് വാച്ച് ആനിമേ. ഇത് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഒരു ഗെയിമിംഗ് ആനിമേ പോലെയാണ്. ബേസിക് പ്ലോട്ട്, നമ്മുടെ മെയിൻ ക്യാരക്ടർ ഭയങ്കര ഗ്ലിച്ചി അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ഗെയിംസ് ആയിരുന്നു കളിക്കില്ല. ആൻഡ് ഫൈനലി അവന് നല്ലൊരു ഗെയിം കളിക്കാൻ പോകും. ആൻഡ് അതുകൊണ്ട് അവന് നല്ല അടിപൊളി ഗെയിമർ ആയിരിക്കും. അതാണ് ബേസിക് പ്ലോട്ട്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് വെരി ഫൺ. എനിക്ക് ഗെയിമിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഭയങ്കര വലിയ ഹോബിയാണത്. സോ ഇങ്ങനത്തെ ഒരു നല്ലൊരു ഗെയിമിംഗ് ആനിമേ കാണുമ്പോൾ ഐ എം സോ ഗ്ലാഡ്. ഇതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിൻ പ്ലോട്ട് പറയാൻ നിങ്ങൾ എൽഡൻ റിംഗ് കുറേ കളിച്ചിട്ട് നിങ്ങൾ സ്പൈഡർമാനോ കളിക്കുന്ന പോലെ. സോ യു വിൽ ബി വെരി ഗ്രേറ്റ് അറ്റ് ദ കുറേ ഡോഡ്ജിങ് മെക്കാനിക്സ് ഒക്കെ പോലെ തന്നെ. അടുത്താണ് നമ്മുടെ ലാസ്റ്റ് മസ്റ്റ് വാച്ച് ആനിമേ ആൻഡ് ഇറ്റ് ഈസ് ദ ഗോട്ട് ഓഫ് ഇസക്കായ്, എമിനൻസ് ഓഫ് ദ ഷാഡോ. നമുക്ക് അതിൻ്റെ സീസൺ 2 കിട്ടി ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് എമിനൻസ് ഓഫ് ഷാഡോ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറയുകയാണെങ്കിൽ ഇസക്കായ് ട്രോപ്സ് ഒക്കെ പാരഡി ചെയ്തിട്ട് അടിപൊളി വെക്കുക. ഭയങ്കര ഒരു ബാഡ് ആസ് ഒരു ആനിമയാണ്. സോ നിങ്ങൾക്ക് ഇസക്കായ് ഇഷ്ടമാണെങ്കിൽ ആൻഡ് ഓവർ പവർഡ് പ്രൊട്ടാഗണിസ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു ഭയങ്കര കോമഡി ഉള്ള ഒരു ആനിമയാണ്. ബട്ട് എന്നാലും ഭയങ്കര ബാഡ് ആസറുള്ള ആനിമയാണ്. മസ്റ്റ് വാച്ച് ഓൾവേസ്. അടുത്തതാണ് എ റിട്ടേണേഴ്സ് മാജിക്, ഒരു ഗോ ബാക്ക് ഇൻ ടൈം ഒരു ആനിമയാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടർ തിരിച്ചു വരുന്നത്. ബട്ട് ഞാൻ അത് അത്ര ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ബട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തായാലും ഇത് മസ്റ്റ് വാച്ച് എടുക്കില്ല. ഇറ്റ്സ് എ ഗുഡ് ആനിമേ. ബട്ട് സത്യം പറയാം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു ഭയങ്കര ഓവർ പവർഡ് ആയി തോന്നില്ല. അവൻ ബേസിക്കലി അവൻ്റെ കുറേ നോളേജ് വെച്ചിട്ട് കുറേ ആലൈസിനെ കളക്ട് ചെയ്യുന്ന പോലെയാണ്. സോ അവരെ എന്നിട്ട് ഓവർ പവർഡ് ആക്കുന്ന പോലെ. ഇറ്റ്സ് വെരി നൈസ്. ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് ഒരു ആനിമയാണ്. അടുത്താണ് സ്പൈ ഫാമിലി സീസൺ 2. അപ്പോൾ എനിക്ക് മാത്രമാണെന്ന് തോന്നാറില്ല. സ്പൈ ഫാമിലിയുടെ ഹൈപ്പ് ഡൈ ഡൗൺ ആയ പോലെ തോന്നുന്നുണ്ട്. ആരും അതിനെപ്പറ്റി സംസാരിക്കാത്ത പോലെ ഉണ്ട്. ബട്ട് അഗൈൻ ഇറ്റ്സ് എ ഗുഡ് ആനിമേ. എനിക്ക് ഈ പ്രാവശ്യം അത്ര മസ്റ്റ് വാച്ചാൽ തോന്നുന്നില്ല. മേ ബി അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. പക്ഷേ എന്തായാലും ഇത് ഞാൻ ഗുഡിൻ്റെ താഴോട്ട് കൊടുക്കില്ല. എനിക്ക് തോന്നുന്നത് ഒബ്ജക്റ്റീവ് ഇതൊരു നല്ല ആനിമയാണ്, അടുത്ത ആനിമയെ പോലെ തന്നെ. ബട്ട് എനിക്കിപ്പോൾ അതിനോട് നേരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി ഐ വാച്ച് ഇറ്റ് പിന്നെ എപ്പോഴെങ്കിലും. ബട്ട് ഇപ്പോഴത്തേക്ക് ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ ഇറ്റ്. സോ നിങ്ങൾക്ക് സ്പൈ ഫാമിലി ഇഷ്ടമാണെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി അടുത്തതാണ് ദ വിറ്റ്സ് എംപറൻറ്റസ്. ഈ ആനിമേ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ടു ആംഗ്രി ടു ഡൈ ദ ആനിമേ. നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു വിച്ചിൻ്റെ അപ്രൻറ്റീസ് ആയിരിക്കും ആൻഡ് അവനൊരു ഹ്യൂമൻ ആയിരിക്കും. ആൻഡ് ഹ്യൂമൻസ് എല്ലാ വിച്ചിനെയും കൊല്ലാൻ നോക്കിയിരിക്കും. സോ ഇവൻച്വലി ഇവൻ്റെ മുന്നിൽ നിന്ന് ആ വിച്ചിനെയും കൊല്ലും ആൻഡ് ആ വിച്ചിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യും ലൈക്ക് അവൻ്റെ മുന്നിൽ നിന്ന്. സോ അവൻ ജസ്റ്റ് ആ സമയത്ത് ഒത്തിരി ചെറുതായിരുന്നു. ബട്ട് അവൻ ആ ദേഷ്യം പിടിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് അവൻ ഒരു ശേഷം ജയിലിൽ നിന്ന് അറിയാണ്ട് റിലീസായി പോവും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഹി ജസ്റ്റ് റിവെഞ്ചിന് ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. സത്യം പറഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റീവ് ഒരു ഗുഡ് ആനിമയാണ്. ഗ്രേറ്റ് ആനിമേഷൻ ഉണ്ട്, നല്ലൊരു പ്ലോട്ടൊക്കെയാണ്. ബട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിലുള്ള ഒരു ക്യാരക്ടറിനോടും നേരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനോട് മാത്രമാണ് ഞാൻ അതിന് മസ്റ്റ് വാച്ച് കൊടുക്കാത്തത്. ഞാൻ അതിന് എന്തായാലും പാസ് കൊടുക്കില്ല. പക്ഷേ എനിക്കറിയാം ഇത് ആൾക്കാർക്ക് ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് ഒരു ആനിമയാണ്. ജസ്റ്റ് എൻ്റെ ടൈപ്പ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് ഗുഡ് എടുക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് ഈ പ്ലോട്ടായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയി തോന്നുകയാണെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. എനിക്ക് തോന്നില്ല നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ലാസ്റ്റ് 2 ആനിമേ എത്തി. അത് രണ്ടും പാസ് ആനിമയാണ്. ബിക്കോസ് സത്യം പറഞ്ഞാൽ തന്നെ ഭയങ്കര ഡിസപ്പോയിൻ്റ് ചെയ്തു. ബിക്കോസ് ഇതിൻ്റെ പ്ലോട്ട് വായിച്ചാൽ ഞാൻ സത്യം പറയാൻ വിചാരിച്ചു ഇത് രണ്ടും എനിക്കുള്ള ഒരു ടൈപ്പ് ഒരു ആനിമയാണെന്ന്. സോ ഫസ്റ്റാണ് 16 വിത്ത് സെൻസേഷൻ. നമ്മുടെ മെയിൻ ക്യാരക്ടർ ഒരു ഗെയിമിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആൻഡ് ഷീ ഗോസ് ബാക്ക് ഇൻ ടൈം. സോ ഞാൻ ഓക്കെ അവൾക്ക് ഇപ്പം പുതിയ ഗെയിംസിനെ പറ്റി ഇത്ര നോളേജ് ഉണ്ടല്ലോ, അവൾ ആ നോളേജ് എന്ത് ഉപയോഗിക്കും. ബട്ട് ഞാൻ 4 എപ്പിസോഡ് എന്തോ കണ്ടു, അങ്ങനത്തെ ഒന്നും നടക്കുന്നില്ല. മേ ബി ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ. ബട്ട് ഞാൻ 4 എപ്പിസോഡ് കൊടുത്തിട്ടും അത്രയും നടന്നില്ല എന്ന് പറഞ്ഞാൽ പേസിങ് എനിക്ക് വലിയ ഇഷ്ടമാവുന്നില്ല. മേ ബി അത് നന്നായി ഉണ്ടാവും. നിങ്ങളെന്ത് കണ്ടിട്ട് കമൻസ് ഇടും. ബട്ട് നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ഗോ വാച്ച് ഇറ്റ്. ദ ലാസ്റ്റ് വൺ ഈസ് എന്തോ പോർഷൻ സംതിങ്. സോ അതും ഇതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ മരിക്കും. ബട്ട് അതൊരു ആക്സിഡൻ്റൽ ഡെത്ത് ആയിരുന്നു. സോ ഗോഡ് പറയും ഞാൻ നിന്നെ വേറെ വേൾഡിൽ അയക്കാം വിത്ത് സം പവർ യു വാണ്ട്. നമ്മുടെ മെയിൻ ക്യാരക്ടർ അത്യാവശ്യം സ്മാർട്ടായിട്ട് ഗോഡിനെ കൈൻഡ് ഓഫ് ചീറ്റ് ചെയ്യും. ബട്ട് അഗൈൻ അവൾ ആ പവർ വെച്ചിട്ട് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. ആൻഡ് ആർട്ട് സ്റ്റൈൽ ഇസ് കൈൻഡ് ഓഫ് വെരി വിയേർഡ്. എനിക്ക് വലിയ ഇറ്റ്സ് വെരി ബോറിങ് ആർട്ട് സ്റ്റൈൽ എൻ്റെ അഭിപ്രായത്തിൽ. സോ അത് ഞാൻ കാണുന്നില്ല. സോ അതായിരുന്നു 18 ആനിമേ റിവ്യൂ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ബിക്കോസ് ഇതെന്ന് പറയാൻ എത്ര പണിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല.
ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാ ആനിമയും ഇറങ്ങുന്ന വായിച്ചു നോക്കും, എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയത് മാറ്റി വെക്കും, ഇൻട്രസ്റ്റിംഗ് ആയത് ഞാൻ കാണും, എൻ്റെ അതിനെ വെച്ച് റിവ്യൂ ചെയ്യുന്നു. അതാണ് ഇത് ലോങ് പ്രോസസ്സാണ്. ബിക്കോസ് ഞാൻ 18ഓളം ആനിമേ അറ്റ്ലീസ്റ്റ് 4-5 എപ്പിസോഡെങ്കിലും കാണും, ആൻഡ് ചിലത് ഞാൻ ഫുള്ള് കാണുകയും ചെയ്യും. സോ ദാറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി തോന്നുന്നു, ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഔട്ട് സം ഓഫ് ദ ആനിമേ ഐ സെഡ് മസ്റ്റ് വാച്ച്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആനിമേഷനാണ്, ഞാൻ മസ്റ്റ് വാച്ച് കൊടുക്കും. ബട്ട് ഈ വീഡിയോയിലൊക്കെ അത്രേ പറയാനുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഇഫ് യു ഡിഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഇറ്റ്. ബൈ.